പാരസൈക്കോളജി എന്ന് പറയുമ്പോൾ സൈക്കോളജിയുടെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ആൾക്കാർ അങ്ങനെയാണ് കരുതുന്നത്. കൺസിഡർ ചെയ്യുക അല്ലേ? ഇത് സൈക്കോളജിയിൽ പാരലലി കടന്നു പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് സത്യം എന്നാണ് സത്യം. അതെ. മനസ്സിലാക്കുന്നത്. ശരിക്കും എന്താണ് പാരാസൈക്കോളജി? ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജിയിൽ തന്നെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഉം. ഇപ്പം എന്താ പറയുക, ചില ആൾക്കാർ പ്രേതങ്ങളെ കാണുക, ഭൂതം അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അങ്ങനെ പല അമാനുഷികം എന്ന് പറയുന്ന പല എക്സ്പീരിയൻസുകളും അതായത് നമുക്ക് ആൾക്കാർ മനസ്സിലാവാത്ത കാര്യം അല്ലേ? മനസ്സിലാവാത്ത ആ. കാര്യങ്ങൾ. സത്യത്തിൽ നമ്മൾ തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പാരസൈക്കോളജീൻ്റെ പോയിന്റ്. ഓക്കെ. കാരണം ഇതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആവുന്നത് നമുക്ക് തന്നെയാണല്ലോ. ആ. നമ്മളുടെ ബ്രെയിനിനകത്ത് ഉണ്ടാവുന്ന എക്സ്പീരിയൻസസ് ആണ്. ആ. അപ്പോൾ ഇതെങ്ങനെയാണ് സയൻറ്റിഫിക്കലി വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഡെപ്തിൽ പഠിക്കുന്ന ഒരു മേഖലയാണ് ശരിക്കും പാരാസൈക്കോളജി. ഇതിനെല്ലാത്തിനും ബേസിക്കലി സയൻറ്റിഫിക്കലി എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ. ന്യൂറോ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഉണ്ട്. പക്ഷേ ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല. ആ. നമ്മൾ ഒരു പാർട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും അതായത് സംസാരിക്കുന്നതും ഇതൊരു പോകുന്നത്. സയൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും സയൻസാണ് അതായത് റിസർച്ചസ് ഒക്കെ നടത്തി ആൾക്കാർ നടക്കുന്നുണ്ട്. കാര്യങ്ങൾ കണ്ടുപിടിച്ച് തിയറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സയൻറ്റിഫിക് മേഖല ശാഖ തന്നെയാണിത്. തന്നെയാണ്. അതെ, അതെ, അതെ. ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ സമയത്തും ഇതിനെ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്ന ഇത് ഉം. കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ആൾക്കാർ ഇപ്പം സാർ പറഞ്ഞ പോലെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇതിനെ മന്ത്രവാദമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇതാക്കിയിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ റിയാലിറ്റി എന്താണ്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഒരു സാധനം സ്യൂഡോ സയൻസ് ആവുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെയായിരിക്കും മാമിൻ്റെ ഒരു അഭിപ്രായത്തിൽ? നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്നാണോ? അല്ല, ഇതെന്താ സംഭവം വെച്ചാൽ, നമുക്കൊരു തെളിവിൻ്റെ ലാക്ക് ഓഫ് ആ, എവിഡൻസ് അല്ലേ? എവിഡൻസ്, ആ. ലാക്ക് ഓഫ് എവിഡൻസ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുക. ഇത് പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയി, ആ. അതുകൊണ്ട് ഇതുണ്ട്. ആ. അങ്ങനെ പറയുമ്പോൾ അത് സയൻസിൽ എടുക്കില്ല. ആ. അതിന് തെളിവ് വേണം. തെളിവ് വേണം. ആ. ഇപ്പം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഇപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം, 2 പേർ ഒരുമിച്ച് പ്രേതങ്ങളെ കാണുന്ന സിനിമയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതില്ല അല്ലേ? അല്ലാണ്ടില്ല. 2 ആൾക്കാർ, ഇപ്പോൾ ഒരാൾ രാത്രി പ്രേതത്തിനെ കണ്ട് പേടിച്ചു ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ, ഒരു 3 പേര് കാണുമ്പം 4 പേരും ഒരേ പ്രേതത്തിനെ കണ്ട് പേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആ. ഇപ്പോൾ ഉള്ളൊരു സംഭവം, ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊരു അതായത് ലാക്ക് ഓഫ് എവിഡൻസിനെ ലാക്ക് ഓഫ് കുറിച്ചാണ് നമ്മൾ എവിഡൻസിലേക്ക് സംസാരിച്ചത്. വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പെർട്ടിക്കുലർ കാര്യം കേട്ടാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളൊരു പ്രേതത്തെ കണ്ടു, ആ. അതിന് എന്തുകൊണ്ട് ഇത് കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആരും ചിന്തിക്കില്ല. ആ. ഇപ്പം ഒരാൾ പറയാം, ഞങ്ങളൊരു സ്ഥലത്ത് പോയി, അവിടെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് സാധനം ഫീൽ ചെയ്തു, ഉം. അല്ലെങ്കിൽ ഒരു തിരുമേനിയുടെ അടുത്ത് പോയിട്ടൊരു പൂജ ചെയ്തു, ഉം. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായി. ഉം. അപ്പോൾ അത് ഞങ്ങൾക്ക് ഉറപ്പാണ്, ഉം. ഞങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായല്ലോ. ഉം. ഇങ്ങനെ പറയുന്നിടത്താണ് തർക്കം വരുന്നത്. ഉം. ഇപ്പോൾ തർക്കിക്കുന്ന ആൾക്കാരും ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറല്ല. അവർ ഉം. പറഞ്ഞു ഇതിന് എവിഡൻസ് ഇല്ല, ഇത് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇതൊരാളുടെ എക്സ്പീരിയൻസ് ആണ്, ഉം. അത് കറക്റ്റാണ്. ഉം. ഒരു സൈഡിൽ നോക്കുമ്പോൾ അത് കറക്റ്റാണ്. ഒരാളുടെ എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സയന്റിഫിക് എവിഡൻസ് ആയിട്ട് വെക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റില്ല. പക്ഷേ അയാൾക്ക് എന്തുകൊണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. വേണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഡെപ്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനും എവിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്